അങ്ങനെ നമ്മള് ഷെഫ് ഷാന്റെ റെസ്റ്റോറന്റിലാണ് വന്നത്. ഷെഫ് ഷാന്റെ അല്ല, ഷെഫ് നളന്റെ മീൻകറി എടുത്തു പറയേണ്ട സാധനം. നല്ല എരിവുണ്ട്. പിന്നെ ഈ അറിവ് പറഞ്ഞു കൊടുക്കണമെന്നും വിദ്യ പകർന്നു കൊടുക്കണമെന്നും. അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. അതുപോലെ ബ്രോന്റെ ചാനൽ ഒന്ന് എല്ലാവരും ഒന്ന് പവറാക്കി വിടുക കേട്ടോ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ചവിട്ടി പൊട്ടിക്കുക. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെക് പ്രോ റിവ്യൂസ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഷെഫ് നളന്റെ റെസ്റ്റോറന്റിലാണ്. സാക്ഷാൽ ഷെഫ് നളനാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇതിപ്പോൾ നമ്മൾ കോട്ടയത്ത് നിന്ന് ഏറ്റുമാനൂർ റൂട്ടിലേക്ക് പോകുന്ന അവിടെയുള്ള ഷെഫ് നളന്റെ അക്കാഡമിയിൽ തന്നെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ റെസ്റ്റോറന്റ് കാണാം. സോ ഇവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾ ഇദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. നമ്മള് ഷെഫ് നളന്റെ റെസ്റ്റോറന്റ് വന്നപ്പോൾ അപ്രതീക്ഷിതമായിട്ട് വേറൊരു സെലിബ്രിറ്റി കൂടെ നമ്മൾ കണ്ടു, ഷെഫ് ഷാൻ. അപ്പൊ ഇദ്ദേഹം ഇവിടുന്ന് ഫുഡൊക്കെ കഴിഞ്ഞ് ഒരു ബ്ലോഗും ഒക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു ഫീഡ്ബാക്കും കൂടെ നമുക്ക് ഷെഫ് എന്നുള്ള നിലയ്ക്ക്, ഒരു എക്സ്പെർട്ട് എന്നുള്ള നിലയ്ക്ക് നമുക്കൊന്ന് കേട്ട് നോക്കാം. അതെ, എന്റെ ലൈഫില് ഞാൻ പല സ്ഥലങ്ങളിലും യാത്ര ചെയ്തിട്ടുണ്ട്. സാധാരണ ഞാൻ ഏറ്റവും കൂടുതൽ ഫുഡ് ഇൻഡസ്ട്രിയിൽ ഉള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ്. കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന അതേ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവരെയും ഇതുപോലെ അവരുടെ ഔട്ട്ലെറ്റിൽ പോയിട്ട് ഫുഡ് കഴിച്ച് ട്രൈ, അങ്ങനെയാണ് ഞാൻ ഈ ഫുഡ് വ്ലോഗിങ്ങിലേക്ക് വന്നത്, മെല്ലെ മെല്ലെ വന്നത്. പിന്നെ അങ്ങനെ വന്നപ്പോൾ കൂടുതലായിട്ട് കുക്കിങ്ങിൽ ടൈം കിട്ടാതെയായി. അപ്പം എൻ്റെ ലൈഫിൽ കുറേ സ്ഥലങ്ങളിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഷെഫ് നളന്റെ ഇവിടെ വന്നപ്പോൾ ഞാൻ വരുമ്പോൾ ഉണ്ടായ എൻ്റെ മനസ്സിലുണ്ടായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പെൻസീവ് ആയിരിക്കും. സാധാരണ എല്ലാ സെലിബ്രിറ്റി ഷെഫുമാരുടെയും ഔട്ട്ലെറ്റ് പോലെ എക്സ്പെൻസീവ് ആയിരിക്കും ഫുഡ്. ഞങ്ങൾ ഫുഡൊക്കെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ വന്നപ്പം മെനു കണ്ടപ്പോൾ ഞാൻ ഞെട്ടി. കാരണം ഏത് സാധാരണക്കാരനും ഇവിടെ വന്നിരുന്ന് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മെനു ആണ്. പിന്നെ ആളുടെ ആ ഒരു ഫുഡ് പ്രിപ്പറേഷനിൽ കുറച്ചുകൂടി ഹെൽത്തിന് കുറച്ചുകൂടി ഗുണമുള്ള രീതിയിലുള്ള പിന്നെ ഇൻഗ്രീഡിയൻസ് ആണ് അവർ യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ കഴിച്ച ബിരിയാണിയിൽ ടൊമാറ്റോ ഇല്ല. ടൊമാറ്റോ ഇല്ലാതെ നമ്മുടെ നാട്ടിൽ ഒരു ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ആദ്യം ടൊമാറ്റോ ആണ് വേണ്ടത്. അപ്പോൾ ടൊമാറ്റോ ഇല്ല. അതുപോലെ ഈ മസാലാസ് ഇല്ല, സ്പൈസസ് ഇല്ല. അതൊന്നും ഇല്ലാതെ ഇവരുടെ ആയിട്ടുള്ള ഹെർബ്സ് വെച്ചിട്ടുണ്ടാക്കിയ ബിരിയാണിയാണ്. പിന്നെ ഇവിടുത്തെ ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ കൈ കഴുകുന്ന സമയത്ത് സോപ്പിന്റെ ആവശ്യമില്ല, നെയ്യില്ല. അപ്പൊ അത്രയും പെർഫെക്റ്റ് ആണ്. അപ്പൊ ഓരോ ഡിഷസ് വരുമ്പോഴും ഇവൻ നമ്മളൊരു ഓംലേറ്റ് കഴിച്ചു. ഓംലേറ്റിൽ ചുട്ട ഓംലേറ്റ്. നമ്മൾ സാധാരണ ഒരു ഓംലേറ്റ് ഉണ്ടാക്കുമ്പോൾ കുറേ എണ്ണയൊക്കെ വാരി ഒഴിച്ചു, അതിൽ കുറേ എണ്ണ പിടിപ്പിച്ചു, അങ്ങനെയല്ലേ. പപ്പടം ഓയിലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്, അല്ലെ വെളിച്ചെണ്ണയിൽ. ഇത് ചുട്ട പപ്പടം, ചുട്ട മുട്ട ഓംലേറ്റ്. അങ്ങനെ കുറെ ഹെൽത്തിന് കുറച്ച് ഗുണമുള്ള കുറെ, അതായത് നമുക്ക് ധൈര്യത്തിൽ കഴിക്കാം. ശരിക്കും ഇപ്പോഴത്തെ നമ്മുടെ ഒരു ആളുകളുടെ കൾച്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഹെൽത്ത് കോൺഷ്യസ് ആണ്. എല്ലാവർക്കും, മിക്കവാറും പേർക്കും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പേഴ്സണൽ ഡയറ്റീഷ്യൻ ഉണ്ടാവും. കൃത്യമായിട്ട് ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് എവിടെ ചെന്നാലും എല്ലാവരും ഇപ്പൊ പഴയ വണ്ണം വെച്ചിട്ടുള്ള ആളുകളെ ഒന്നും വരുന്ന ഒരു ജനറേഷനിൽ കാണുന്നില്ല. അങ്ങനെയുള്ള കൃത്യമായിട്ട് വരാൻ പറ്റുന്ന ഒരു റെസ്റ്റോറന്റ്, നല്ല റെസ്റ്റോറന്റ് ആണ്. പിന്നെ ഷെഫ് നളനെ നമ്മള് മിനി സ്ക്രീനിലൊക്കെ കണ്ടിട്ടുള്ളൂ, നേരിട്ട് കാണുന്നില്ല. ഇവിടെ വന്നപ്പം ആള് ഭയങ്കര ഫ്രണ്ട്ലി ആണ്. എന്താ പറയാ, ആള് നിൽക്കുന്നത് തന്നെ അദ്ദേഹമാണ്. ആള് വെരി ഹമ്പിളും കൂടിയാണ്. നമ്മള് ഒരു അതിഥിനെ നമ്മൾ വീട്ടിൽ എങ്ങനെ ക്ഷണിക്കും, ആ ഒരു രീതിയിലാണ് ഷെഫ് നമ്മളെ ഇവിടെ സ്വീകരിച്ച് കയറ്റുന്നതും. നമ്മൾ ഒരുമിച്ച് നമ്മളിൽ ഒരാളായി ഇരുന്ന് സംസാരിച്ച് ഭക്ഷണം വിളമ്പി തന്ന്. എന്തായാലും അടിപൊളി, സൂപ്പർ, അടിപൊളി സ്പോട്ടാണ്. ഇദ്ദേഹത്തിനെ പോലെ ഒരു ലെജൻഡ് ആയിട്ടുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് ഇത്രയും നല്ലൊരു അഭിപ്രായം കിട്ടുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല. സോ കണ്ടതിലും പരിചയപ്പെട്ടതിലും വളരെയധികം സന്തോഷം. താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിംഗ് ദിസ് ഫീഡ്ബാക്ക്. തീർച്ചയായിട്ടും. അതുപോലെ ബ്രോന്റെ ചാനൽ ഒന്ന് എല്ലാവരും ഒന്ന് പവറാക്കി വിടുക കേട്ടോ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ചവിട്ടി പൊട്ടിക്കുക. താങ്ക് യു സോ മച്ച്. നമുക്കിത് നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. ചട്ടിച്ചോറാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഫ്രൈ ചെയ്ത പപ്പടമാണ്, എണ്ണയ്ക്കകത്തൊക്കെ ഇട്ട് വറക്കാതെ ചെയ്തേക്കുന്നത്. അവിടെ ലൈവായിട്ട് ഷെഫ് നളൻ അവിടെ ഒരു ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഷെഫ് ഷാനിൻ്റെ ചാനലിന് വേണ്ടിയിട്ട് ലൈവായിട്ട് അവിടെ വെച്ച് തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ സീനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ നമ്മുടെ ഫുഡ് ഏതായാലും ഒന്ന് നോക്കാം. ഇതിനകത്ത്
മുട്ടയുണ്ട്. മുട്ടയ്ക്കകത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ എണ്ണ വളരെ കുറവാണ്. കപ്പയുണ്ട്. കപ്പയ്ക്ക് വേണ്ടിയിട്ടുള്ള മീൻകറിയും മറ്റു കറികളും എല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഫുഡൊന്ന് കഴിക്കട്ടെ, കഴിച്ചിട്ട് ഞാൻ ബാക്കി പറയാം. കഴിച്ചു തുടങ്ങിയിട്ടേ മുട്ടയ്ക്ക് ഒരു രക്ഷയില്ല കേട്ടോ. ചെറിയ ഒരു പീസായിട്ടാണ് കിട്ടുന്നത്. ഇത് അധികം എണ്ണയൊന്നുമില്ല. നമ്മൾ വായി വെച്ചിട്ട് നല്ലൊരു ക്രിസ്പി ഫീലാണ് നമുക്ക് കിട്ടുന്നത്. മീൻകറി എടുത്ത് പറയേണ്ട സാധനം. നല്ല എരിവുണ്ട്. എനിക്ക് ആക്ച്വലി എരിവ് ഇഷ്ടമുള്ള ആളാണ്. അതുകൊണ്ട് എനിക്ക് പറ്റുന്ന പോലത്തെ എരിവ് തന്നെ. കപ്പയുടെ കൂടെ കഴിക്കാൻ നോക്കിയിട്ട് നല്ല ടേസ്റ്റാണ്. കിട്ടിയ കപ്പ തന്നെ ഏകദേശം മുളകിൻ്റെ പൊടിച്ച് അതിൻ്റെ മേലിൽ ഇട്ടിരുന്ന ഒരു കപ്പയാണ്. അതിൻ്റെ കൂടെ മീൻകറി കൂടെ ആയപ്പോഴത്തേക്ക് സൂപ്പർ, ഒരു രക്ഷയില്ല. അങ്ങനെ നമ്മുടെ ചട്ടി കാലിയാക്കിയിട്ടുണ്ട്. നീറ്റ് ആൻഡ് ക്ലീൻ, ഒന്നും ബാക്കി വെച്ചിട്ടില്ല. കറികളൊക്കെ ഓരോന്നോരോന്നായിട്ടൊക്കെ ഞാൻ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഓരോന്നിനും നല്ല ടേസ്റ്റ് ആയിരുന്നു. ചുരുക്കി പറഞ്ഞ വയറ് നല്ല രീതിയിൽ നിറഞ്ഞിട്ടുണ്ട്. അത് ആ ഉള്ളി അതിനകത്ത് ഉടയ്ക്കണം. ഉള്ളി മുളകും അതിൽ വെച്ച് ഉടച്ചിട്ട് കഴിയണം. അതാണ് അതിന്റെ ഒരു ഓതന്റിക് സ്റ്റൈൽ കിട്ടുന്നത്. ഉള്ളിയും മുളകും അതിനകത്തിട്ട് ഉടച്ച് അപ്പൊ നമ്മുടെ ഫുഡൊക്കെ കഴിഞ്ഞു. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നിടയില് നമുക്ക് വേറെ 2-3 കാര്യങ്ങളാണ് ഞാൻ ശരിക്കും ശ്രദ്ധിച്ച മൊത്തം. ഒന്ന്, ഞാൻ ആക്ച്വലി ചട്ടിച്ചോറാണ് ഇവിടെ ഓർഡർ ചെയ്തത്, നമ്മൾ കണ്ടല്ലോ. അത് കഴിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അദ്ദേഹം എനിക്ക് കുറച്ച് ചോറും കുറച്ച് സമ്മന്തിയും കൂടി ഉരുട്ടി എൻ്റെ വായിലോട്ട് വെച്ച് തന്നു. അത്രയും കറികൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലും ആ ചോറിന്റെ ഇടയിൽ മിക്സ് ചെയ്ത ആ ചമ്മന്തി കൃത്യമായിട്ട് എനിക്ക് നാവില് എടുത്തറിയാൻ പറ്റി. ആ ചമ്മന്തി കഴിച്ചപ്പോഴേ മനസ്സിലായ അതിന് എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട്, സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ചമ്മന്തി അല്ല എന്നുള്ളത്. ആ കാര്യം തന്നെയാണ് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്. നമ്മുടെ ഷാൻ ബ്രോ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ബ്ലോഗിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്ത ചമ്മന്തി ആയിരുന്നു. ഒന്നും സ്പെഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തതല്ല. ബേസിക്കലി എന്റെ ഫേവറേറ്റ്സ് എന്ന് പറഞ്ഞാൽ ചമ്മന്തിയും ചോറുമാണ്. കുത്തരിച്ചോറും കാന്താരി ചമ്മന്തി. അപ്പൊ എനിക്കൊരു വെറ്റില ചമ്മന്തി ചെയ്തു കൊടുക്കണമെന്നല്ല. കാരണം വെറ്റില എന്ന് പറയുന്നത് സുലഭമായി കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. വെറ്റിലയ്ക്ക് ഭയങ്കര ഔഷധ ഗുണങ്ങളാണ്. പ്രത്യേകിച്ച് നമ്മളുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനും ബ്രെയിൻ ബൂസ്റ്റിങ്ങിനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് വെറ്റില. അത് മാത്രമല്ല, നമ്മളുടെ ബോഡിയിലെ ബ്ലഡ് എന്ന് പറയുന്നത് ക്ലോറോഫിൽ ആയിട്ട് വെൽ കണക്റ്റഡ് ആണ്. ക്ലോറോഫിലിനെ ഇടത്തില്ലേ? അപ്പൊ അതിനു വേണ്ടി പച്ചിലകൾ എത്രത്തോളം കഴിക്കുന്നു അത്രത്തോളം നമ്മളെ ബ്ലഡ് ബൂസ്റ്റ് ആവും. ബ്ലഡ് ബൂസ്റ്റ് ആകുമ്പോഴത്തേക്ക് ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മളെ സെൽസിനെ അത് ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല തോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബേസിക്കലി ഒരു ഫുഡ് കണക്റ്റഡ് ആണ് നമ്മളെ എല്ലാം. അപ്പൊ അത് വെറ്റില ചമ്മന്തി എന്ന് പറയുന്നത്, ഇപ്പം ഷാൻ ഒരു ഷെഫാണ്. പുള്ളി പല രാജ്യങ്ങളിലും പോയിട്ടുണ്ടാവും, പല റെസ്റ്റോറൻറ്റുകളും പോകണം. അപ്പം എന്താണ് ഇവിടെ വന്നതെന്നുള്ളത് ഒരു സിഗ്നേച്ചർ, ഒരു ഓട്ടോഗ്രാഫ് പോലെ നമ്മളുടെ ഒരു ഡിഷ് ചെയ്ത് കൊടുത്തു, അത്രയോ. ഓക്കെ. പിന്നെ അടുത്തൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ ഇവിടെ വന്നിട്ട് ഉള്ള ഗസ്റ്റുകളുടെ അടുത്തൊക്കെ പോയിരുന്ന് സംസാരിച്ച് അവർക്ക് കുറച്ച് സജഷൻസ്, അതുപോലെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് കണ്ടു. മറ്റൊരു ഹോട്ടലിലും ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു കാര്യമാണ്. റെസ്റ്റോറൻറ്റുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഫുഡ് എന്ത് വേണമെന്ന് ചോദിക്കുന്നു, കൊടുക്കുന്നു, പോകുന്നു എന്നല്ലാതെ അഡീഷണൽ ആയിട്ട് നമുക്ക് കുറച്ച് ബെനിഫിറ്റ്, എക്സ്പെഷ്യലി ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ സജഷൻസ് ഇങ്ങനെ കൊടുക്കുന്നത് ഞാൻ കണ്ടു. അതും കൂടെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ ആഹാര രീതികളൊന്ന് കറക്റ്റ് ചെയ്താൽ നമ്മളെ പകുതി കൂടുതൽ അസുഖങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഇന്നിപ്പം എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശാരീരിക അസ്വസ്ഥതകളാണ്. അതും കൊറോണ വന്നതിന് ശേഷം ഒരുപാട് പേർക്ക് പലതരത്തിലുള്ള വ്യാധികളുണ്ട്. ഇതിനെ എങ്ങനെ അവരെ സജസ്റ്റ് ചെയ്ത് കൊടുക്കാം? അപ്പം എന്നിട്ടും ഇവരെല്ലാവരും വളരെ ജങ്കായിട്ടുള്ളതും വളരെ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് കഴിക്കുന്നത്. അപ്പം ഇപ്പം 40 വയസ്സിലുള്ള പലരും അറ്റാക്ക് വന്ന് മരിച്ചതായിട്ട് ഞാൻ കേട്ടു. പലരും ഡയബറ്റിക്കിനാണ് സഫർ ചെയ്യുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് ഫുഡ് കൊണ്ട് കറക്റ്റ് ചെയ്യാം. നിങ്ങൾ വിവരമുള്ള ഏത് ഡോക്ടറെ അടുത്ത് വേണമെങ്കിലും പോയി ചോദിക്കാം. കാരണം ഡയബറ്റിക് ഒരു റിവേഴ്സ് ചെയ്യാവുന്ന ഡിസീസ് തന്നെയാണ്. അത് ക്രോണിക് ആക്കുന്നതിന് മുമ്പ് അത് റിവേഴ്സ് ചെയ്യും. അതിന് നിങ്ങൾക്ക്, ഞാൻ പറഞ്ഞില്ല, ഇപ്പം എൻ്റെ ഒരു കഞ്ഞിയുണ്ട്, ആ കഞ്ഞി കുടിച്ച് കഴിഞ്ഞാൽ ഷുഗറിൻ്റെ ഗുളിക കഴിക്കണ്ട. ഞാനത് ഏത് പ്ലാറ്റ്ഫോമിലും പറയാം. ഇഞ്ചക്ഷൻ ആണെങ്കിൽ ഡോസേജ് കുറയ്ക്കാം. ഇപ്പം നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ യൂറിനറി ഇൻഫെക്ഷൻ പോലത്തെ അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്, നിങ്ങൾ പൈനാപ്പിൾ ഫ്രഷ് ജ്യൂസ് ഐസും മധുരമൊന്നും ഇല്ലാണ്ടിട്ട് അടിച്ചു കുടിക്കുക. നിങ്ങൾക്ക് യൂറിക് ആസിഡിൻ്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പാർസ്ലി ലീഫ് ഒന്ന് അടിച്ചു കുടിച്ചു നോക്കുക. ഇതിപ്പോൾ എല്ലാവർക്കും ഫലിക്കുമെന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഹ്യൂമൻ റേസിൽ ഇതെല്ലാം വളരെ ഹെൽപ്ഫുൾ ആയിട്ട് വരും. അപ്പം പലർക്കും വരുമ്പം സ്കിൻ റാഷസ് ഉണ്ടാവും, ചില ആൾക്കാർക്ക് ഡൈജഷൻ ഇഷ്യൂസ് ഉണ്ടാവും. അപ്പം ഇതെല്ലാം അവരുടെ ഫുഡുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പം പലരും എൻ്റെ അടുത്ത് ചോദിക്കും, പിന്നെ ഈ അറിവ്
പറഞ്ഞു കൊടുക്കണമെന്നും വിദ്യ പകർന്നു കൊടുക്കണമെന്നാണ്. അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. വളരെ നല്ലൊരു കാര്യം. പിന്നെ നമുക്ക് വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അപ്രോച്ച്. ഇവിടെയുള്ള അദ്ദേഹത്തിന്റെ പേര് എനിക്കറിയില്ല, ഒരാൾ ഓട്ടി നടന്ന് എല്ലാവരുടെ അടുത്തും എന്താണ് കഴിച്ചത്, ഇനി എന്ത് വേണമെന്ന് പറഞ്ഞ് കൂടെ നടന്ന്. ജോയ്സ് ബെനോ ആണത്. ജോയ്സ് ബെനോ സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫറും മേക്കപ്പ് ആർട്ടിസ്റ്റും ആണ്. ഞങ്ങളൊരു മിഷനിലാണ്. ഇപ്പം എൻ്റെ കൂടെ എൻ്റെ ടീമിനകത്ത് ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങൾ എൻ്റെ മുന്നണിയിലും പിന്നണിയിലുമായിട്ടുണ്ട്. കാരണം രാവിലെ 7:30 തൊട്ട് എനിക്ക് എൻ്റെ ഏറ്റവും കോൺക്രീറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ജിമ്മി എന്ന് പറയുന്ന പേഴ്സണാലിറ്റി നിങ്ങൾ സ്റ്റഡി ചെയ്താലും അങ്ങനെ ആയിരിക്കും. ഇപ്പൊ ഈ ക്യാമറയുടെ പിറകിൽ നിൽക്കുന്ന അൻവർ ആയാലും ശരി, കാരണം അൻവർ മൾട്ടി ടാസ്കിങ് ആണ് ചെയ്യുന്നത്. എൻ്റെ പിള്ളേരെന്ന് പറയുന്നത് അവർ അങ്ങനെ വർക്ക് ചെയ്താല് നമുക്ക് എല്ലാവർക്കും സർവൈവ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പല ജോലിക്ക് പോവാം. എനിക്ക് എൻ്റെതായ ഒരു ജോലിക്ക് പോയി ഡോളേഴ്സ് വാങ്ങിക്കാം. ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും ഓരോ ജോലി. പക്ഷെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ഫുഡ് ഇസ് മെഡിസിൻ, ഇല്ലെങ്കിൽ ഹെൽത്ത് ഇസ് വെൽത്ത്, ഇല്ലെങ്കിൽ ഷെഫ് നളൻ എന്ന് പറയുന്ന ഒരു ഡ്രീം ഉണ്ട് ഞങ്ങൾക്ക്. ദ ഹോൾ വേൾഡ് ഷുഡ് കം ടു ഡൈൻ അവർ കേരളീയൻ അല്ലെ റെസിപ്പി. ഇപ്പൊ നിങ്ങളുടെ ഒരു ചോദ്യം, ഒരു ചിക്കൻ ബിരിയാണി എന്ന് പറയുന്നത് 60 രൂപയ്ക്കോ 70 രൂപയ്ക്കോ 100 രൂപയ്ക്കോ ഉണ്ടാക്കി നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും. നിങ്ങൾക്ക് വിൽക്കാൻ പറ്റാത്ത ഈ ബിരിയാണി പിന്നെ നിങ്ങൾ എന്തിനാണ് മാർക്കറ്റ് ചെയ്യുന്നത് 100 രൂപയ്ക്ക് പ്രതീക്ഷിക്കുന്നത്? താങ്കൾക്ക് പറ്റുമോ? 1 കിലോ ചിക്കൻ്റെ മീറ്റിന് 200-220 രൂപ വിലയാണ് മീറ്റ് പ്രൈസ്. അപ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു 100 ഗ്രാം ഇല്ലെങ്കിൽ 150 ഗ്രാം ഇറച്ചി വെച്ചിട്ട് ഒരു ബിരിയാണി സെറ്റ് ചെയ്യണമെങ്കിൽ ആവറേജ് എത്ര രൂപ കോസ്റ്റ് വരും? നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്താൽ തന്നെ അതിന്റെ മുകളിൽ ഇലക്ട്രിസിറ്റി ബില്ലുണ്ട്, GST ഉണ്ട്, ഷെഫിന്റെ ചാർജ്, ബാക്കിയുള്ള സാലറീസ് ഉണ്ട്, ബിൽഡിങ്ങിന്റെ ഉണ്ട്, പിന്നെ നമ്മളെ ഗ്യാസിന്റെ ബില്ലുകളുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നിങ്ങളെ മുമ്പിൽ ഒരു ബിരിയാണി വരുന്നത്. അപ്പം ഒരാൾ നിങ്ങൾക്ക് ചീപ്പായിട്ട് ഉണ്ടാക്കി തരുമ്പോൾ നിങ്ങൾ സ്വയം ചോദ്യം ചെയ്താൽ മതി, ഇതിനകത്ത് എന്താണ് ഓതന്റിസിറ്റി. പല വഴിയോര കടകളിലും 7 രൂപയ്ക്ക് കടിയും 7 രൂപയ്ക്ക് ചായയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. എൻ്റെ ചോദ്യം, നിങ്ങൾ കുടിക്കുന്ന ഈ ചായക്കകത്ത് ഉപയോഗിക്കുന്ന വെള്ളമാണ് ബേസിക്കലി കണ്ടേജിയസ് ആയിട്ടുള്ള, വളരെ അൺഹെൽത്തി ആയിട്ട് നമ്മളെ എത്തിച്ചു തരുന്നത് വെള്ളമാണ്, വാട്ടർ. അപ്പൊ നിങ്ങൾ വഴിയിൽ നിന്ന് ഒരു നാരങ്ങ കുടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം ഏത് വെള്ളമാണ് കുടിക്കരുതെന്ന് പറയില്ല, പക്ഷെ നിങ്ങൾ ക്ലീനുള്ള വെള്ളത്തിലാണോ ജീവിക്കുന്നത്? നിങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കഷ്ടപ്പെടുന്നതാണ്. പലരുടെയും വായിരിക്കുന്ന കേൾക്കുന്നുണ്ട്, കിടന്ന് വിയർക്കുന്നുണ്ട്, കിടന്ന് ഓടുന്നുണ്ട്, ലോൺ അടയ്ക്കാനും EMI അടയ്ക്കാനും ഒക്കെ വേണ്ടി നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു ആരോഗ്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു കാര്യം കൂടെ ഒന്ന് ചോദിച്ചോട്ടെ, നമ്മളൊരു വലിയൊരു ബ്രാൻഡായിട്ട് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഷെഫ് നളൻ എന്ന് പറയുന്നത്. ഇവിടുത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇതിന്റെ ഒരു ഇവിടുത്തെ പിന്നീട് വന്ന ഒരു സിഗ്നേച്ചർ ഐറ്റവും ഇനിയും നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ സ്വപ്നങ്ങളും എന്തൊക്കെയാണ് എന്നുള്ളതും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമോ? നമ്മളുടെ കേരളീയൻ വിഭവങ്ങൾ പഠിപ്പിക്കുന്ന അക്കാഡമിയോ ഹോസ്പിറ്റാലിറ്റി സ്കൂളോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കേരളീയൻ എല്ലാവരും പഠിപ്പിക്കുന്ന ചൈനീസ്, കോണ്ടിനെന്റൽ, ഇറ്റാലിയൻ അങ്ങനെയുള്ള സാധനങ്ങൾ. എൻ്റെ സ്കൂൾ പഠിപ്പിക്കുന്നത് നാടൻ ഫുഡുകളാണ്. ഞാൻ അതിൽ തന്നെ ഉറച്ചു വിശ്വസിക്കുകയാണ്. എൻ്റെ ജനറ്റിക് എഞ്ചിനീയറിങ്ങിനെ ഫ്യൂവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ ജനറ്റിക് ഫുഡിനെ തന്നെ ഞാൻ റിലേ ചെയ്ത് മുമ്പോട്ട് പോകണം. അപ്പം അതിൻ്റെ ബേസിസിലാണ് ഞാൻ ഈ സ്കൂൾ ഇട്ടിരിക്കുന്നത്. അതിൻ്റെ ബേസിസിൽ ഞാൻ ഫുഡ് സെർവ് ചെയ്യുന്നു. അപ്പൊ ഞാൻ എന്തായാലും ഈ ഒരു റെസ്റ്റോറന്റിന്റെ ലൊക്കേഷനും ഡീറ്റെയിലും എല്ലാം താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ നിങ്ങൾ ഇവിടെ വരികയാണ് എന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിനെ നേരിട്ട് കാണാനും നിങ്ങൾക്ക് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള സംശയങ്ങൾ ചോദിക്കാനും, അങ്ങനെയുള്ള ഒരുപാട് ഡൗട്ട് ഉള്ളവരാണ് ഇപ്പം ഹെൽത്തിനെ വളരെയധികം ഫോക്കസ് ചെയ്യുന്ന ഒരു ന്യൂ ജനറേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിക്കാനും പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു ഹോസ്പിറ്റാലിറ്റി ഉണ്ട്. അത് ഞാൻ ഇതിന് മുമ്പ് കണ്ടിട്ടുള്ളത് ട്രിവാൻഡ്രത്ത് അമ്മ വീട് എന്ന് പറയുന്ന നമ്മളുടെ കിഷോർ, ആക്ടർ കിഷോറിന്റെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. അവിടെ ചെല്ലുമ്പോഴാണ് ഷാപ്പിലെ കറിയും നാവിലെ രുചിയും എന്ന് പറയുന്ന അതിന്റെ ആങ്കർ അദ്ദേഹം ഇതുപോലെ ഒരു ഭയങ്കര പോസിറ്റീവ് വൈബാണ് നമുക്ക് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത്. അതുപോലൊരു വൈബാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇവിടെ വന്നപ്പോഴും എനിക്ക് ഫീൽ ചെയ്തത്. സോ താങ്ക് യു സോ മച്ച് ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തതിനും രുചികരമായിട്ടുള്ള ഭക്ഷണം നമുക്ക് തന്നതിനും. സ്പെഷ്യലായിട്ട് ആ ഒരു ചമ്മന്തിയുടെ ആ ടേസ്റ്റ് ഇപ്പോഴും എൻ്റെ നാവിൽ നിൽപ്പുണ്ട്. സ്പെഷ്യൽ ഐറ്റം ആയിരുന്നു. അപ്പൊ ഇത് വരുമ്പോൾ ഇതുപോലെയുള്ള സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. സോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്തിരിക്കുക. ഷാൻ ബ്രോ പറഞ്ഞ പോലെ ബെല്ലൈക്കൺ ചവിട്ടി പൊട്ടിച്ചേക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും ഋഷു എബ്രഹാം സൈനിങ് ഓഫ് വിത്ത് ഷെഫ് നളൻ. താങ്ക് യു സോ മച്ച്. ഗുഡ് ബൈ. Dine like a king.